ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്കെതിരെ ഓഗസ്റ്റിലാണ് അവരുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ആക്രമണം ഉണ്ടായത്. ഈ കേസിലെ പ്രതി രാജ്കോട്ട് സ്വദേശി, ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശി ആയ രാജേഷ് ഭായ് കിംജി ഭായ് സക്രി ആണ്. അദ്ദേഹത്തിനെതിരായിട്ടാണ് ഇപ്പോൾ തീസസാരി കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 400 പേജ് ദൈർഘ്യമുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ ഈ രാജേഷ് ഭായ് കിംജി ഭായിയുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിലാണ് പോലീസ് രാജേഷ് ഭായ് കിംജി ഭായിയുടെ ഒരു മൊഴി, അതായത് ദൈവികമായ ഉൾവിളി ഉണ്ടായതിനാലാണ് താൻ ഈ മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്കെതിരെ ആക്രമണം നടത്തി എന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ സുപ്രീം കോടതി ഡൽഹിയിലെ തെരുവ് നായികളെ പൂർണ്ണമായും നീക്കാൻ വേണ്ടി ഒരു ഉത്തരവിട്ടിരുന്നു. ഈ ജസ്റ്റിസ് JB പർദിവാലയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ആ ഉത്തരവിനെ ഈ ഡൽഹി മുഖ്യമന്ത്രി അനുകൂലിക്കുകയാണ് ചെയ്തത്. അതായത് എതിർത്തില്ല, തെരുവ് നായികൾക്ക് എതിരായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇതാണ് അക്രമത്തിന് കാരണമായതെന്നാണ് ഈ രാജേഷ് ഭായ് കിംജി ഭായ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴിയിലാണ് ഈ രാജേഷ് ഭായ് കിംജി ഭായ് അദ്ദേഹം പറഞ്ഞത്, ഈ അക്രമം നടക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം, അതായത് ഓഗസ്റ്റ് 10-ന് ഈ മധ്യപ്രദേശിലെ ഉജ്ജയിനിലുള്ള മഹാകാളീശ്വര ക്ഷേത്രം താൻ സന്ദർശിച്ചു. അവിടെ പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന നടത്തുമ്പോൾ തനിക്കൊരു ഉൾവിളി ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ തെരുവ് നായകൾക്കെതിരെ ഈ നടപടി സ്വീകരിക്കുന്ന അവർക്കെതിരെ ശക്തമായ ഈ നടപടി അല്ലെങ്കിൽ ഒരു അക്രമം നടത്തണമെന്ന ഒരു ഉൾവിളി തനിക്ക് ഉണ്ടാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഡൽഹിയിലെ സിവിൽ ലൈൻസിലുള്ള മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ വസതിയിൽ എത്തിയതെന്നാണ് ഇതിൽ പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും പോലീസ് ആ മൊഴി ഈ കുറ്റപത്രത്തിന്റെ ഭാഗമായി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. രാജേഷ് ഭായ് കിംജി ഭായിക്ക് സഹായം നൽകിയ രാജ്കോട്ട് സ്വദേശിയായ മറ്റൊരാളുടെ പേരും ഈ കുറ്റപത്രത്തിലുണ്ട്. ഒരു ഓട്ടോ ഡ്രൈവറാണ് ആ വ്യക്തി. അദ്ദേഹം ഇദ്ദേഹത്തിന് പണം നൽകി എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ രാജേഷ് ഭായ് കിംജി ഭായ്ക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നാണ് പോലീസ് ഈ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ 2018 മുതൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 5ഓളം ക്രിമിനൽ കേസുകൾ അദ്ദേഹം പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കുറ്റം ചുമത്തലും മറ്റു വിചാരണ നടപടികളുമൊക്കെ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്.